ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും കുറച്ച് സംശയങ്ങൾ കാര്യങ്ങളുണ്ടാകും. എന്നോടടക്കം കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ 5000 സബ്സ്ക്രൈബർ കിട്ടി, സബ്സ്ക്രൈബർ കിട്ടുന്ന എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ, ഷോർട്സ് ആയാലും ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് 2-3 മാസത്തിലുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ചെയ്തു പോയ കാര്യങ്ങൾ, എന്റെ മിസ്റ്റേക്കുകളും ഞാൻ എന്തായാലും പറഞ്ഞു തരാം. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര കോൺഫിഡൻസ് കുറഞ്ഞ ഒരു വ്യക്തിയാണ്. ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കും, എന്തൊക്കെ പറയും, അങ്ങനെ ഒരു ചിന്തയിൽ കൂടെ പോകുന്ന ഒരാളാണ് ഞാൻ. ആദ്യം എന്ത് ചെയ്തു, ഒരു യൂട്യൂബ് ചാനൽ അവിടെ സ്റ്റാർട്ട് ചെയ്തു. എന്നെ കൊണ്ടാവും വിധം കുറച്ച് വീഡിയോസ് അവിടെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു. വീഡിയോസ് എങ്ങനെയായാലും നമ്മൾ കയ്യിൽ നിന്ന് എത്ര ഷോർട്സ് നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ എങ്ങനെയായാലും ഒരു ഷോർട്സ് ക്ലിക്ക് ആവും, അത്യാവശ്യം വ്യൂസും കിട്ടും. അങ്ങനെ വ്യൂസ് കിട്ടാൻ തുടങ്ങുമ്പോൾ നമുക്ക് സബ്സ്ക്രൈബ് കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ എൻ്റെ ഒരു ഷോർട്സ് ആ സമയത്ത് 2 ലക്ഷം വ്യൂസ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ സബ്സ്ക്രൈബ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരുന്നപ്പോൾ നമുക്കൊരു കോൺഫിഡൻറ്റ് വരും. അങ്ങനെ കോൺഫിഡൻറ്റ് ഉണ്ടാക്കിയതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനായാലും ഫാമിലിക്കൊക്കെ അയച്ചു കൊടുത്തത്. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണോ അതുപോലെ തന്നെ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുക. ഇനി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങളൊരു ലോങ് വീഡിയോ ഇടുമ്പോഴായാലും അല്ലെങ്കിൽ ഷോർട്സ് വീഡിയോ ഇടുമ്പോഴൊക്കെ ആണെങ്കിലും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത്, ലോങ് വീഡിയോ ആയാലും ഷോർട്സ് വീഡിയോ ആയാലും അത് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് തമ്പനയിലാണ്. നമ്മളൊരു തമ്പനയിൽ കണ്ടാൽ ലോങ് വീഡിയോ ആയാലും ഷോർട്സ് വീഡിയോ ആയാലും തമ്പനയിൽ കയറി തമ്പനയിലാണ് നമുക്ക് അതെടുത്ത് വായിക്കുമ്പോൾ തന്നെ അവർക്കത് തോന്നണം. നല്ല രീതിയിലൊരു തമ്പനയിൽ ക്രിയേറ്റ് ചെയ്യുക. വേറെ ഒന്നിനും അതിൻ്റെ അത്രയും ഒരു പ്രാധാന്യമില്ല. നിങ്ങളിപ്പോൾ കുറേ പേരെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒരു #ും ഷോർട്സും തന്നെ, ഷോർട്സ് ഇടുമ്പോൾ തന്നെ #ടാഗ് ഇടുക, ലോങ് വീഡിയോ ഇടുമ്പോൾ ഡിസ്ക്രിപ്ഷനിൽ തന്നെ വലിച്ചു വരിട്ടൊക്കെ കൊടുക്കുമായിരിക്കും. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല. പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ, ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു സ്പെസിഫിക് ടൈം അവിടെ കാണിച്ചിട്ടുണ്ടാവും. അതായത് നമ്മൾ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ ഇന്ന സമയത്താണ് നമ്മുടെ സബ്സ്ക്രൈബർ ഏറ്റവും കൂടുതൽ ഓൺലൈൻ ഉണ്ടാവുക, ഷോർട്സ് വാച്ച് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഡേറ്റും അവിടെ കാണിച്ചു തരും. ഈ ഡേറ്റ നമുക്ക് വീഡിയോ റീച്ചിനും ഒരു തരത്തിലും ബാധിക്കുന്നില്ല. ഇന്ന് യൂട്യൂബ് തന്നെ നമുക്ക് പറയുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം, അതിൻ്റെ നേരെ തന്നെ സബ്സ്ക്രൈബിൻ്റെ പേജ് അവിടെ കാണാൻ കഴിയും. എനിക്ക് എൻ്റെ സബ്സ്ക്രൈബിൻ്റെ കാര്യം ഏറ്റവും കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ A2 24. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഏജ് വരുന്ന ആൾക്കാർ മാത്രമാണ് അവർ കാണുന്നത്. അവർക്ക് ഏത് വീഡിയോ ആണ് ഇഷ്ടപ്പെടുക, അവർ ഏതൊക്കെ രീതിയിൽ ചിന്തിക്കേണ്ട ചാൻസ് ഉണ്ട്, ഏതൊക്കെ വീഡിയോസ് എടുത്ത് നോക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നൊക്കെ ചെയ്തിട്ട് നോക്കിയിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ വീഡിയോ നോക്കി അപ്ലോഡ് ചെയ്യുക. കണ്ടന്റ് ചൂസ് ചെയ്യുമ്പോൾ കുറച്ച് അധികം ഷോർട്സും കൂടി, നിങ്ങൾ ഫുഡിൻ്റെ വീഡിയോ ആണ് ഇടുന്നുണ്ടെങ്കിൽ 5-6 വീഡിയോ ഇടുക. അപ്പോൾ എൻ്റെ ഒരു ഫുഡ് വീഡിയോ കണ്ടിട്ട് ഒരാൾക്ക് ഇഷ്ടം തോന്നി ലൈക്ക് കടിച്ചിട്ടുണ്ടായിരിക്കും. എങ്കിൽ പിറ്റേന്ന് അവർക്കത് രണ്ടാമത്തെ ഫുഡിൻ്റെ വീഡിയോ അവർ തുടർച്ചയായിട്ട് അവർ വീഡിയോ കണ്ടുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് സബ്സ്ക്രൈബ് തരത്തുള്ളൂ. അപ്പോൾ പല പല വീഡിയോസ് ഇടുമ്പോൾ പല ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ് വീഡിയോസ് കാണുന്നത്. അപ്പോൾ ഡെയിലി നിങ്ങൾ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്നില്ല. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് എടുക്കാനും അതിൻ്റെ ക്ലാരിറ്റി നഷ്ടപ്പെടാതെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനും ശ്രദ്ധിക്കുക. അതിൽ തെറ്റോ കാര്യങ്ങളൊന്നും വരുത്താതെ നാച്ചുറലായിട്ട് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഡെയിലി എന്ത് ചെയ്യുക, ഒരു ഷോർട്സ് 2 ഷോർട്സ് അപ്ലോഡ് ചെയ്യുക. അടുത്തത്, പെട്ടെന്ന് സബ്സ്ക്രൈബ് കൂടാൻ വേണ്ടിയിട്ട് 1000 സബ്സ്ക്രൈബർ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ടിപ്സ് വേണമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ഒരിക്കലും ആരെയും ഫോഴ്സ് ചെയ്തിട്ട് വീഡിയോ കാണാൻ വേണ്ടി നിർബന്ധിക്കരുത്. നമ്മൾ ഇഷ്ടപ്പെട്ട് നമ്മുടെ സബ്സ്ക്രൈബ് മാത്രമേ നമുക്ക് നമ്മുടെ വീഡിയോ ഇൻട്രസ്റ്റോടെ കാണുകയുള്ളൂ. ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്, ഏതെങ്കിലും റീച്ചായ വീഡിയോ എടുത്ത് നമ്മളെ വീഡിയോയിൽ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് വ്യൂസ് കിട്ടും, സബ്സ്ക്രൈബ് കൂടും എന്നൊക്കെ പറയും. അതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല. നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ട 2 കാര്യം: ഒന്ന്, കണ്ടിന്യൂസ് ആയി വീഡിയോ ഇടുക, അപ്ലോഡ് ചെയ്യുക. ഒരു ഷോർട്സൊക്കെ 1-2 ഷോർട്സൊക്കെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. രണ്ടാമത്തത്, നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോൻ്റെ അല്ലെങ്കിൽ ഷോർട്സിൻ്റെ തമ്പനയിൽ അതേപോലെ ടൈറ്റിൽ രണ്ടും നിങ്ങൾ അട്രാക്റ്റീവായ ടൈറ്റിൽ കൊടുക്കുക. എങ്കിൽ മാത്രമേ കാണാൻ തോന്നുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിലേക്ക് കാണാം. ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.